2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വലിയ വിജയം തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമായിരുന്നു. എന്നാൽ ആ വിജയത്തിന് മങ്ങലുണ്ടാകുന്ന തരത്തിലേക്കുള്ള പല വിവാദങ്ങളും അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നു. പ്രധാനമായും തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചു വന്നത് എന്ന ആരോപണമായിരുന്നു ശക്തമായി ഉയർന്നു വന്നത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണം ആ സമയം മുതൽ ശക്തമായിരുന്നു. തൃശ്ശൂർ പൂരം പരാജയപ്പെട്ടു പോയതിൻ്റെ പിന്നിലെ പ്രധാന കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്ന തരത്തിലേക്കുള്ള ആരോപണം യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ എത്തിയിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ മുരളീധരനും ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, വിവരാവകാശ നിയമപ്രകാരം തൃശ്ശൂർ പൂരം പരാജയപ്പെട്ടു പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് ഈ വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കിയത് എന്ന് അറിയുവാൻ വേണ്ടിയുള്ള പരാതി സമർപ്പിച്ചിട്ട് അതിൽ ഒരു അന്വേഷണവും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരാവകാശ നിയമപ്രകാരം അറിയുവാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കേൾക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം പൂരം കലങ്ങിയതിനെക്കുറിച്ചൊരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, പൂരം കലക്കിയ ആളെ തന്നെയാണ് അന്വേഷിക്കുക ഏൽപ്പിച്ചത്. അപ്പോഴേ തന്നെ ഇത് നടക്കാത്ത കാര്യമാണ് എന്ന് ഞാൻ അന്ന് തന്നെ സൂചിപ്പിച്ചു. ഏതായാലും പൂരം കലക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിൻ്റെ പുറകിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് ഇതോടുകൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ആ കാരണം കൊണ്ട് തന്നെയാണ് ADGPനെ ഇപ്പോഴും മാറ്റി നിർത്താതെയുള്ള ഒരു അന്വേഷണ പ്രഹസനം സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഈ പൂരം കലക്കി സുരേഷ് ഗോപിയെ അവിടെ വിജയിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ജുഡീഷ്യൽ എൻക്വയറിക്ക് വേണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തതിൻ്റെ ഒരു മറുപടി പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. നടത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് കത്ത് കൊടുത്തത്, പക്ഷേ അതിൻ്റെ മറുപടി എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതെ, ലോ ആൻഡ് ഓർഡർ മാറ്റാതെ ADGPക്കെതിരെ എന്ത് അന്വേഷണം നടത്തിയാലും സത്യം പുറത്തു വരില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ജുഡീഷ്യൽ എൻക്വയറി തന്നെ നടത്തിയാൽ മാത്രമേ കുറച്ചെങ്കിലും യാഥാർത്ഥ്യം പുറത്തു വരികയുള്ളൂ. പക്ഷേ ADGPയെ രക്ഷിക്കാൻ അവസാനം വരെ പിണറായി വിജയൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിനെ തൊട്ടാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. പൂരം കലക്കിയത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുവാനാണ് എന്നും മുഖ്യന് വേണ്ടിയിട്ടാണ് പൂരം കലക്കിയത് എന്നും ഉള്ള ആരോപണങ്ങളാണ് ഇപ്പോഴും കെ മുരളീധരൻ ഉയർത്തുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പറയുന്നതും മുഖ്യമന്ത്രിക്കെതിരായി തന്നെയാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണം ഉത്തരവാദിത്തപ്പെട്ട ജുഡീഷ്യലായിട്ടുള്ള ആളുകൾ ആരാണോ അവരെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കള്ളനെ പറ്റിയുള്ള അന്വേഷണം മറ്റൊരു കള്ളനെ അല്ല ഏൽപ്പിക്കേണ്ടത് എന്ന തരത്തിലേക്കാണ് സുരേഷ് ഗോപിയുടെ വാദം. ഒരു കള്ളന് നേരെ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ മികച്ച കള്ളനെ എങ്ങനെയാണ് ഇത് ഏൽപ്പിക്കുന്നത്? ഞാൻ കാക്കിയെ റെഫർ ചെയ്തതല്ല. പോലീസിന് നേരെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം വരെയൊന്നും പോകരുത്. ജോലി ഏൽപ്പിച്ചാൽ 1, 2, 3 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ജുഡീഷ്യൽ അന്വേഷണമെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് ആ സത്യം മൂടി വെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം. എന്തായാലും BJP കേരളത്തിൽ ആദ്യമായി നേടിയ വലിയൊരു വിജയത്തെ പലതരത്തിലേക്ക് വളച്ചൊടിക്കുവാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ആ വിജയത്തിൻ്റെ ആ പ്രഭ മങ്ങലിലേക്ക് മാറ്റുകയോ ചെയ്യുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് കോൺഗ്രസും CPMും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ആരോപണം BJP പാളയത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണണം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിടാതിരുന്നത്. കെ മുരളീധരൻ തന്നെ നേരിട്ട് ഒരു പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് അതിൽ മറുപടി നൽകിയില്ല? ഈ വിഷയത്തിൽ എന്താണ് സർക്കാർ എടുക്കുവാൻ പോകുന്ന അടുത്ത നടപടി? ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.